ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ മാനേജീരിയൽ എക്കണോമിക്സിലെ 5th മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള 4 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. The money value of all final goods and services in a domestic country during a year. അതായത് ഒരു വർഷത്ത് ഒരു രാജ്യത്തുള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രദേശത്തുള്ള എല്ലാ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലോട്ട് എത്തിയിട്ടുള്ള എല്ലാ ഫൈനൽ ഗുഡ്സും അതുപോലെ തന്നെ എല്ലാ സർവീസുകളുടെയും മണി വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തുള്ള ഒരു ആഭ്യന്തര പ്രദേശത്ത് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ആഭ്യന്തര പ്രദേശത്ത്, അതായത് ഒരു ആഭ്യന്തര പ്രദേശത്തുള്ള എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും സർവീസിന്റെയും മണി വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു GDP എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? GNP മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അപ്പോൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ എന്ത് ചെയ്യുന്നു, കുറേ പേരുകൾ അബ്രോഡിൽ പോയിട്ട് പണിയെടുത്ത് അവിടുത്തെ ഇൻകം ഈ ഒരു ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇത്തരം എമൗണ്ടുകൾ നമ്മുടെ ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്നുള്ള അവരുടെ ഫണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അത്തരം എമൗണ്ടുകളൊന്നും എവിടെ, ഈ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു ആഭ്യന്തര പ്രദേശത്ത് അത്തരം അബ്രോഡുകളിൽ നിന്നുള്ള ആ ഒരു മണി വാല്യൂ ഒരിക്കലും ഇവിടെ ഉൾപ്പെടുത്തൂല. ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് ഒരു ആഭ്യന്തര പ്രദേശത്തുള്ള മണി വാല്യൂ മാത്രമേ ഉൾക്കൊള്ളൂ. മറ്റുള്ള പ്രദേശങ്ങളിലുള്ള മണി വാല്യൂസ് ഒന്നും ഇവിടെ ഉൾക്കൊള്ളൂല. അതായത് മറ്റുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ അബ്രോഡുകളിൽ. അപ്പോൾ ഈ ഒരു GNP എന്ന് പറയുമ്പോൾ GNPയിൽ എല്ലാം ഉൾപ്പെടും. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അതുപോലെ തന്നെ അബ്രോഡുകളിൽ നിന്നുള്ള ആ ഒരു ഇൻകം എല്ലാം ഈ ഒരു GNPയിൽ ഉൾപ്പെടും. അപ്പം GNPന്ന് നമ്മുടെ അബ്രോഡിൽ നിന്നുള്ള ആ ഒരു ഇൻകം കുറക്കുമ്പോഴാണ് നമുക്ക് GDP കിട്ടുന്നത്. ഇനി ഒരു GNP എങ്ങനെയാണ് കിട്ടുക? അതായത് GDPയിലോട്ട് നമുക്ക് അബ്രോഡിൽ നിന്നുള്ള ആ ഒരു ഫാക്ടേഴ്സ് പ്ലസ് ചെയ്യുമ്പോഴാണ് GNP കിട്ടുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് GDP എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാഷൻ്റെ ഇൻകം, ഔദ്യോഗികമായിട്ടുള്ള ഒരു വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും സർവീസിന്റെയും മണി വാല്യൂവിനെയാണ് എന്ത് പറയണത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ GDPയിൽ പറഞ്ഞു, അവിടെയും ഇതേ സെയിം മീനിങ് ആണ് വരുന്നത്. അതായത് എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും, അതായത് ഒരു രാജ്യക്കകത്തുള്ള എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും എല്ലാ സർവീസിന്റെയും മേൽ വരുന്ന മണി വാല്യൂവിനെയാണ് പറയുന്നത് GDP എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറി നമ്മൾ പറഞ്ഞു, ഒരു ഔദ്യോഗിക പ്രദേശത്ത് മാത്രമാണ് ആ ഒരു മണി വാല്യൂ, അതായത് അവിടുത്തെ ഒരു പ്രദേശത്തുള്ള സാധനങ്ങളുടെയും സർവീസുകളുടെയും മേലെ മാത്രമേ എന്തുള്ളൂ, അവിടെ ആ ഒരു മണി വാല്യൂ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നിന്നും പുറത്തു പോയിട്ട് വർക്ക് ചെയ്ത് വരുന്ന വ്യക്തികൾ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഇൻകം ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്തരം എമൗണ്ടുകളൊന്നും ഈ GDPയിൽ ഉൾപ്പെടുത്തൂല. GDP എന്ന് പറയുമ്പോൾ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിന്റെ ഉള്ളിലുള്ള ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും അതുപോലെ തന്നെ സർവീസുകളുടെയും മേലുള്ള മണി വാല്യൂ മാത്രമാണ് അവിടെ അളക്കുന്നത് GDP എന്ന് പറയുമ്പോൾ. പക്ഷേ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രാജ്യക്കകത്തുള്ള എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എല്ലാ സർവീസിൻ്റെ മേലുള്ള മണി വാല്യൂം അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് പുറമെ ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള വ്യക്തികൾ പുറം നാട്ട് പോയിട്ട് പണിയെടുത്തിട്ട് അവിടുന്ന് എന്തെങ്കിലും ഇൻകം നമ്മുടെ രാജ്യത്തോട്ട് അയക്കേണ്ടി എന്നുണ്ടെങ്കിൽ അബ്രോഡിൽ നിന്നുള്ള ആ ഒരു ഇൻകം ഈ ഒരു ഇന്ത്യയിൽ പെടും. അതായത് നാഷണൽ ഇൻകത്തിൽ അതിൻ്റെ മണി വാല്യൂ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. GDP എന്ന് പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിന്റെ ഉള്ളിലുള്ള ഇൻകം മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുള്ള അബ്രോഡിൽ നിന്നുള്ള ആ ഒരു ഇൻകം ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്, CSO എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഓരോ രാജ്യത്തുള്ള അവിടുത്തെ മണി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ആണ്. 3 രീതിയിലോട്ടാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് ആണ്
പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ഈ 3 പേരുകളിലായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്? അതായത് നമ്മുടെ ഒരു ഇയറിൽ ഒരു രാജ്യത്തിലുള്ള എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എല്ലാ സർവീസിൻ്റെയും മണി വാല്യൂ എന്ത് ചെയ്യുന്നു? സമ്മപ്പ് ചെയ്യാം. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇയറിൽ ഒരു മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും അത് വിറ്റിട്ടുള്ള സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും എമൗണ്ടുകളും, സർവീസ് എന്ന് പറയുമ്പോൾ ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ പല പല ജോലികളിലെ വ്യക്തികൾ. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഇവർക്ക് നമ്മൾ സാലറി കൊടുക്കുകയാണ്. ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു മണി, അതും എല്ലാ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും എല്ലാ സർവീസുകളുടെ ബേസിലുള്ള മണി വാല്യൂകളും സമ്മപ്പ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഇൻകം, നാഷണൽ ഇൻകം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഇയറിൽ ഒരു രാജ്യത്തിലുള്ള ആ ഒരു മണി വാല്യൂവിൻ്റെ ഇൻകം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാണ്, വീറ്റ് ഉണ്ടല്ലോ, ഗോതമ്പ്, അത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു. അത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു വീറ്റ് നമ്മൾ 100 രൂപക്ക് വേറെ ആൾക്ക് വിറ്റു. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള വീറ്റിൽ നമ്മൾ ഫ്ലോർ ചെയ്ത് പൊടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ നമുക്ക് അവിടെ 500 രൂപയുടെ വന്ന കോസ്റ്റ്. പിന്നെ ആ ഒരു ഫ്ലോറ് ബ്രെഡ് ആക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് 1000 രൂപയാണ് കോസ്റ്റ്. അപ്പോൾ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ 1600 രൂപയോളായി മാറും. അപ്പോൾ നമ്മളവിടെ മണി വാല്യൂ എന്ന് പറയുമ്പോൾ 1600 സമ്മപ്പ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല സമ്മപ്പ് ചെയ്യേണ്ടത്. അതൊരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളവിടെ ഇങ്ങനെ വാല്യൂ മെത്തേഡിൽ ഇങ്ങനെ സമ്മപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഒരു വീറ്റ് മറ്റുള്ള ആൾക്ക് കൊടുത്തപ്പോൾ നമുക്ക് 100 രൂപയുടെ കിട്ടി. അത് പൊടിക്കാൻ വേണ്ടി വന്നത് 500 രൂപ. അപ്പോൾ ആ 100 നമുക്കവിടെ ലാഭമാണോ? അപ്പോൾ ഈ 100 നമ്മൾ 500 കുറയ്ക്കണം. അപ്പം നമുക്ക് അവിടെ ഫ്ലോർ ആക്കാൻ വേണ്ടി 400 രൂപ 400 രൂപ ആവണുള്ളൂ. പിന്നെ അത് ബ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു 1000 രൂപയാണുള്ളത്. അത് ബ്രെഡ് ആക്കാനാവുമ്പോൾ നമുക്ക് അതിന് 500 രൂപ 600 രൂപ ആവുന്നുള്ളൂ. അതെങ്ങനെ 600 ആവുക? നേരത്തെ നമ്മൾ 500 100 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി 400 ഉള്ളൂ. ഈ 400 നമ്മൾ 1000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 600. അപ്പം നമുക്കിവിടെ വന്നത് ശരിക്കും ഇതൊന്ന് ബ്രെഡ് ആക്കി എടുക്കാൻ വന്ന ചിലവ് എന്ന് പറയുന്നത് 600ഉം 400ഉം മൊത്തത്തിൽ 1000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. 1600ൻ്റെ സ്ഥാനത്ത് 1000 ചിലവ് വരുന്നുള്ളൂ. അപ്പം ഇതാണ് എന്ത് വാല്യൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ 1600 ഡയറക്റ്റ് ആയി പോയി എഴുതാന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ നാഷണൽ ഇൻകം ആകെ തെറ്റാണ്. ഇവിടെ നമുക്ക് ലാഭങ്ങൾ മാറ്റിയിട്ട് ചിലവുകളെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് എന്ത് വാല്യൂ മെത്തേഡിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്. ഇവിടെ ഒരു രാജ്യത്തുള്ള എല്ലാ ഇൻകമുകളും കൂട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു നാഷണൽ ഇൻകം കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ ഇൻകം ഏതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ്. അതായത് 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ. ഇത് 4 ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു രാജ്യത്ത് തന്നെ എന്ത് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 4 ഫാക്ടേഴ്സ് നിന്നാണ് നമുക്ക് ഇൻകങ്ങൾ കിട്ടുന്നത്. ലാൻഡ് എന്ന് പറയുമ്പോൾ ആ ലാൻഡിന് നമുക്ക് റെന്റ് കിട്ടുന്നു. ലേബർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരുടെ വേജസ്, കൂലി കിട്ടുന്നു. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫണ്ടിന്റെ മേലെ ഇൻട്രസ്റ്റ് കിട്ടുന്നു. ദെൻ ഓർഗനൈസേഷൻ, ഒന്നെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷർക്ക് എന്ത് ചെയ്യുന്നു? അതിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇത് 4 എന്താണ്? ഒരു ഇൻകം, ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. അപ്പോൾ ഈ 4 ഇൻകങ്ങളും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത്? ഒരു നാഷണൽ ഇൻകം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ഇൻകം സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡാണ് നാഷണൽ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതായത് ഒരു ഇയറിൽ ഒരു രാജ്യത്തുള്ള എല്ലാ ചെലവുകളും കൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. അപ്പോൾ ഈ ഒരു ചെലവുകൾ എന്ന് പറയുമ്പോൾ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതായത് നമ്മൾ ഒരു ഇയറിൽ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങണോ അതിൻ്റെ മേൽ നമ്മൾ ഫണ്ട് കൊടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണത്. അപ്പം നമുക്കവിടെ ചെലവാണ് വരുന്നത്. അപ്പം ആ ഒരു ചെലവുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റ് എന്തൊക്കെ ചെലവുകൾ ഉണ്ടാക്കുന്നുണ്ട്, റോഡ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഗവൺമെന്റും കുറേ കാര്യങ്ങളോട് വികസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ മേലൊക്കെ ചെലവുണ്ട്. അപ്പം ആ ഒരു ചെലവുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഒരു വ്യക്തി അയാളുടെ ഫണ്ട് സേവ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഫണ്ടുകൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ചെലവാണ്. അത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ഫണ്ട് എടുക്കുമ്പോഴേ നമുക്കത്
അതൊരു ഇൻകം ആയിട്ട് മാറണുള്ളൂ. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫണ്ട് അതൊരു ചെലവാണ്. അപ്പോൾ ഇത്രയും ചെലവുകൾ, ഈ ഒരു 3 ചെലവുകളും നമ്മുടെ ഒരു കൺട്രിയിലുള്ള ഈ ഒരു 3 ചെലവുകളോടും സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇയറിലുള്ള നാഷണൽ ഇൻകം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു 3 മെത്തേഡുകളാണ് ഒരു നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇതിൽ എന്താണ്, ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വേറൊരു വ്യക്തിക്ക് വിൽക്കുന്ന സമയത്ത് ഒരു സെയിം പ്രൊഡക്റ്റ് 2 പ്രാവശ്യം വിറ്റു. അപ്പോൾ അതിന് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ 2 പ്രാവശ്യം വിറ്റതിൻ്റെ ആ ഒരു തുക വരുമ്പോൾ അവിടെ ഒരു ഇറക്ഷൻ ഉണ്ടാകും, നാഷണൽ ഇൻകത്തിൽ ഒരു തെറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ റെക്കോർഡ് ചെയ്യാത്ത കമ്പനികൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വിറ്റ് പോകുന്ന സാധനങ്ങളൊന്നും ഇവർ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല, അതൊക്കെ ഒരു ജേർണലിൻ്റെ ബുക്ക് പോലും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ ഭയങ്കര ടഫാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹോം ട്യൂഷൻ അങ്ങനെ പല പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ കുറേ രജിസ്റ്റർ ചെയ്യാത്ത കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. ഇവരെന്ത് ചെയ്യുന്നു, അവിടെ വിറ്റുപോകുന്ന ഈ സാധനങ്ങളുടെ റെക്കോർഡ്സ് ഒന്നും എഴുതാത്തത് കാരണം നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു മെഷർമെൻറ്റ് കിട്ടൂല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ ഗുഡ്സിൻ്റെ മേലെയാണെങ്കിലും സർവീസിൻ്റെ മേലെയാണെങ്കിലും മണി ഇൻക്രീസ് ചെയ്യാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, മണിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ വാല്യൂ ഇവിടെ കുറയാണ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ മണി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തിൻ്റെ പേരിലും, ഒരു ഗുഡ്സിൻ്റെ പേരിലും അതുപോലെ തന്നെ ഒരു സേവനത്തിൻ്റെ പേരിലും മണി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് സർക്കുലാർ ഓഫ് മണി ഇൻക്രീസസ്. അതായത് ഇവിടെ ക്വാണ്ടിറ്റി, അതായത് ഒരു വ്യക്തിൻ്റെ കയ്യിൽ മണീൻ്റെ ക്വാണ്ടിറ്റി കൂടി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ വാല്യൂ അവിടെ കുറവാണ്. പണപ്പെരുപ്പ് കാരണമാണ് അവിടെ എന്തിനാണത്, ഓരോ ഗുഡ്സിൻ്റെ മേലും പണം കൂടി വരുന്നത്, ഇൻക്രീസ് ആവണത്. അപ്പോൾ ഒരു വ്യക്തിൻ്റെ കയ്യിൽ ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി കുറേ ഉണ്ട്, പക്ഷെ ആ ഒരു പണത്തിനൊരു വാല്യൂ ഇല്ല. അതാണ് സർക്കുലർ ഓഫ് മണി ഇൻക്രീസസ് ബട്ട് വാല്യൂ ഓഫ് മണി ഈസ് ഡിക്രീസസ്. അതായത് സർക്കുലർ ഓഫ് മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിൻ്റെ കയ്യിൽ കൂടുതൽ ക്വാണ്ടിറ്റി മണി ഉണ്ടാവുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് കൂടുതൽ ഷെയർ ആവുകയും ചെയ്യും. പക്ഷെ ആ ഒരു മണിക്ക് അവിടെ വാല്യൂ കിട്ടണില്ല. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇവരുടെ പോയിന്റ്സ് കറക്റ്റ് ആയിട്ടില്ല ഞാൻ പറയണത്, ഡിസോർഡർ ആയിക്കണു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. അതിൽ ഫസ്റ്റ് വൺ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അതായത് ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അതായത് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മേലിലും ഈ ജനങ്ങൾക്ക് ഡിമാൻഡ് കൂടുകയാണ്. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള സപ്ലൈ കൂടുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ മേലിലും ജനങ്ങൾ ഡിമാൻഡ് വെക്കുന്ന സമയത്ത് അതിൻ്റെ സപ്ലൈ കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലുള്ളവർ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പൈസ കൂട്ടുന്നു, ഇൻഫ്ലേഷൻ ആക്കുന്നു, ഇല്ല എമൗണ്ടിൽ നിന്നും കുറേ ഒരു എമൗണ്ടിലോട്ട് വെക്കുന്നു. അതായത് ഈ എല്ലാ പ്രൊഡക്റ്റിൻ്റെ മേലിലും ജനങ്ങൾക്ക് ഡിമാൻഡ് വെക്കുന്ന സമയത്ത്, ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സപ്ലൈ കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്റ്റിനും അവിടെ ഇൻഫ്ലേഷൻ, അതിൻ്റെ മേലിലുള്ള ആ പ്രൈസ് കൂട്ടുന്നു. അങ്ങനെ അവിടെ ഒരു ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. ഇവിടെ ഒരു കമ്പനിയിലോട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗം വേണ്ട സാധനം എന്ന് പറയുന്നത് ഓയിൽസ്, പെട്രോളിയം ഗ്യാസ്, ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കോസ്റ്റ് കൂടുന്ന സമയത്ത്, ഈ ഒരു ഓയിൽസിനും അതുപോലെ തന്നെ പെട്രോളിയം ഗ്യാസ് കിട്ടാതാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനൊരു റേറ്റ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റിൻ്റെ മേല് വില കൂട്ടും. ഈ കാരണം കോസ്റ്റ്, നമ്മൾ ഈ ഓയിലിനും പെട്രോളിയം ഗ്യാസിനൊക്കെ വില കൂടുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ അവരെന്ത് ചെയ്യുന്നു, വില കയറ്റിയിടണം. അങ്ങനെ നമുക്ക് ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് കോസ്റ്റിന്റെ കേസിൽ നമുക്ക് ഇൻഫ്ലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ തേർഡ് വൺ റിപ്രസ്ഡ്. പറയുമ്പോൾ ഇവിടെ എക്സസ് ഡിമാൻഡാണ്. നമ്മൾ നേരത്തെ ഡിമാൻഡ് പുള്ളിൽ പറഞ്ഞു അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് എല്ലാ പ്രൊഡക്റ്റിന്റെ മേലിലും ജനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ആ ഒരു എല്ലാ പ്രൊഡക്റ്റിന്റെ മേലിലും അവർ പ്രൈസ് കൂട്ടി ഇൻഫ്ലേഷൻ വെക്കുന്നു. പക്ഷേ ഈ റിപ്രസ്ഡ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ മേലിൽ ഡിമാൻഡ് കൂടുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ പ്രൈസ് കൂട്ടുന്നത്, ഇൻഫ്ലേഷൻ വരുത്തുന്നത്. ഓക്കെ, അതാണ് റിപ്രസ്ഡ് ഇൻഫ്ലേഷന്റെയും ഡിമാൻഡബിൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിപ്രസ്ഡ് എന്തായിരിക്കും, ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ മേലിൽ ഡിമാൻഡ് കൂടുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ ഇൻഫ്ലേഷൻ വരുന്നുള്ളൂ. പക്ഷെ ഡിമാൻഡ് പുള്ളിൽ എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. അതായത് എല്ലാ പ്രൊഡക്റ്റിന്റെ മേലിലും ഡിമാൻഡ് കൂടുന്നത് കാരണം എല്ലാ പ്രൊഡക്റ്റിന്റെ മേലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്.
നെക്സ്റ്റ് ഒരു ടൈപ്പാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇവിടെ പറയുമ്പോൾ ഇൻഫ്ലേഷനിൽ വെച്ചിട്ട് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ് ഇത് പറയേണ്ടത്. കാരണം ഓരോ മണിക്കൂറുകൾ ഇടയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രൊഡക്റ്റിൻ്റെ മേലിലുള്ള പ്രൈസ് ഓരോ മണിക്കൂർ വെച്ചിട്ട് റാപ്പിഡ് ചേഞ്ച് ആണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് ആ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള വർധനവ്, വിലൻ്റെ വർധനവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇൻഫ്ലേഷനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലിലും ആ ഒരു പ്രൈസിൽ വർധനവ് ഉണ്ടാവുന്നത്. ഇപ്പോൾ വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട്, ഇപ്പോൾ ഒരു 1% അല്ലെങ്കിൽ 2% ഒക്കെ ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പ്രൈസിൽ വർധനവ് ഉണ്ടാവുള്ളൂ. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് വളരെ സ്ലോ ആയിട്ട് എഴഞ്ഞിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നുള്ളൂ, പ്രൈസ് വർധനവ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ. അതായത് ഇവിടെ നമുക്ക് കൂടുതൽ സ്പീഡിലും അല്ല എന്നാൽ വളരെ സ്ലോ ആയിട്ടും അല്ല, ഒരു മോഡറേറ്റ് ലെവലിലാണ്, ഒരു മീഡിയം ലെവലിലാണ് ഇവിടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലിലുള്ള പ്രൈസിൻ്റെ വർധനവ് വരുന്നത്. നെക്സ്റ്റ് വാക്കിംഗ് ഇൻഫ്ലേഷൻ. അതായത് നമ്മുടെ ക്രീപ്പിങ്ങിനേക്കാളും അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻഫ്ലേഷനേക്കാളും കുറച്ചും കൂടി പെട്ടെന്നാണ്. വാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു 1-10% വരെയുള്ള ആ ഒരു പെർസെൻറ്റേജിൻ്റെ ഇടയിലുള്ള ഒറ്റ സംഖ്യ, അത്ര പെർസെൻറ്റേജ് വരെയാണ് ഈ ഒരു വാക്കിംഗ് ആയിട്ടുള്ള ഇൻഫ്ലേഷനിൽ എമൗണ്ട് വർധനവ് ഉണ്ടാവുക. ഇപ്പോൾ 1-10% ആണെന്നുണ്ടെങ്കിൽ അതിൽ 9% നമ്മൾക്ക് മണി ഇൻഫ്ലേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റണ്ണിങ് ഇൻഫ്ലേഷൻ ആണ്. അതായത് വാക്കിങ്ങിനേക്കാൾ സ്പീഡിൽ, അതായത് 10-20% വരെ, ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരു പെർസെൻറ്റേജിലാണ് നമുക്ക് മണിയിൽ ഇൻക്രീസ് വരുന്നത്. ഇപ്പോൾ 10-20 എന്ന് പറയുമ്പോൾ 15-18 അത്ര പെർസെൻറ്റേജാണ് നമുക്ക് മണീൻ്റെ കേസിൽ ഇൻക്രീസ് വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ വരുന്നു. നെക്സ്റ്റ് ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. അതായത് ഇവിടെ നല്ല വർധനവ്, നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഇൻഫ്ലേഷൻ ആണ്. അതായത് മേ ബി ഒരു 20-50% വരെ പ്രൈസിൽ വർധനവ് വരാം. അത് ഒരു ഇയറിൽ എന്നല്ല, മേ ബി 1 മന്തിൽ തന്നെ ചെയ്യാൻ പറ്റും, ആ ഒരു 50% പ്രൈസിൽ ഇൻക്രീസിങ് വരും. അത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ ഈ 20-50% ഈ ഒരു ഇടയിലാണ് ഇതിന്റെ ഈ ഒരു പെർസെൻറ്റേജ്, അതായത് മണി വർധനവ് വരുന്നതിന്റെ പെർസെൻറ്റേജ് 20-50% വരെയുള്ളതിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് നമുക്ക് മേ ബി ഒരു മന്തിൽ വരാം, മേ ബി ഒരു ഇയറിൽ വരാം, എന്തായാലും പെട്ടെന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻഫ്ലേഷൻ ആണ്. നെക്സ്റ്റ് ട്രൂ ഇൻഫ്ലേഷൻ. അതായത് നമ്മുടെ രാജ്യങ്ങളിലെ എല്ലായിടത്തും എംപ്ലോയ്മെൻറ്റിൻ്റെ സീറ്റ് ഫുള്ളഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇൻകം കിട്ടുന്ന എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെ മേലും സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടും. അത് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ബോട്ടിൽ നെക്ക്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ കുറേ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഡിമാൻഡ് നല്ല കൂടുന്നുണ്ട്, പക്ഷെ സപ്ലൈ അവിടെ ആ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ഉണ്ടാക്കണില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ ഒരു വർധനവ് ചെയ്യുന്നു, മണി ക്യാഷ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അതായത് അവിടെ പ്രൊഡക്റ്റ് കിട്ടാനില്ല, സപ്ലൈ ഇല്ല, പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇൻഫ്ലേഷൻ. ഇത്രയും ടൈപ്സിലാണുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ പ്രൊഡക്ട്സിന്റെ മേൽ ഡിമാൻഡ് കൂടുമ്പോഴാണ്, അതായത് എക്സസ് ഡിമാൻഡ് വരുമ്പോഴാണ് ഇൻഫ്ലേഷൻ കൂടുന്നത്. അപ്പൊ അതിനുപരി കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. ഇൻക്രീസ് ഇൻ പബ്ലിക് സ്പെൻഡിങ്. അതായത് ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു പബ്ലിക്കിന് ഇൻകം കൂടുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന് ഇൻകം കൂടുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടിയിട്ട് ഓരോ പ്രൊഡക്റ്റിനും ഈ ഒരു പബ്ലിക് ഡിമാൻഡ് ഇടുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രൊഡക്റ്റ്, ഓരോ പ്രൊഡക്റ്റിന്റെ മേലും ഡിമാൻഡ് ഇടുന്ന സമയത്ത് അവിടെ ഓരോ പ്രൊഡക്റ്റിന്റെ മേലും ഇൻഫ്ലേഷൻ ചെയ്യുന്നു, ഇൻക്രീസ് വർദ്ധിപ്പിക്കുന്നു. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ പറഞ്ഞാൽ പണപ്പെരുപ്പാണ്. അതായത് ഒരു വാല്യൂ ഇല്ലാതെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ വാല്യൂ ഇല്ല. അപ്പം നമ്മൾ ഓരോ വ്യക്തികളുടെ കയ്യിലോട്ടും ഈ ഒരു മണി പാസ് ചെയ്ത് പോവാണ്. അതായത് പണത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ അവിടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, നമ്മൾ ഇൻഫ്ലേഷൻ ആയത് കാരണം പണം പാസ് ചെയ്ത് പോകുന്നത് കാരണം അവിടെ ഇൻഫ്ലേഷൻ വരുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് ഒരു പോപ്പുലേഷൻസ്, അതായത് ഇന്നത്തെ കാലത്ത് പോപ്പുലേഷൻ വളർന്നുകൊണ്ട് കാണും, കുറേ
എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ ഓരോ വ്യക്തികളുടെ നീഡ്സ് കൂടുന്നു. അവരുടെ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രൊഡക്റ്റിന്റെ മേൽ നീഡ്സ് ഉണ്ടാകുമ്പോൾ ആ ഓരോ പ്രൊഡക്റ്റിന്റെ മേലും നീഡ്സ് ഉള്ളത് കാരണം എന്ത് ചെയ്യുന്നു, അതിന്റെ ഓരോത്തിന്റെയും പേരിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു. അതായത് ലൈക്ക് പണം വർദ്ധിക്കുന്നു ആ ഓരോ പ്രൊഡക്റ്റിന്റെ മേലും. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു കോഴ്സാണ്. ദെൻ ഹുഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂഴ്ത്തി വെക്കുക എന്ന് പറയാലോ. ഇപ്പോൾ ഒരു സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടും അവരെന്ത് ചെയ്യുന്നു, സ്കാർസിറ്റി, അതായത് അവരവിടെ ഇല്ലാത്തതുപോലെ അഭിനയിക്കുക, ആർട്ടിഫിഷ്യലേക്കാണ്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ഡിമാൻഡ് കൂടണ സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, പ്രൈസ് കൂട്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉള്ളിൻ്റെ കേസൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഉള്ളിൻ്റെ എമൗണ്ട് കൂടുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഉള്ളിനെ മാക്സിമം അവർ ആർട്ടിഫിഷ്യലായിട്ട് ഇല്ല എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്ത മാതിരി അഭിനയിക്കുക. എന്നിട്ട് ആ 2 ഡേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ലൈക്ക് ഡിമാൻഡ് കൂടുമ്പോൾ ഇത് പുറത്തെടുത്തിട്ട് ആൾക്കാർക്ക് ഹൈ ലെവൽ ഒരു എമൗണ്ടിൽ വിൽക്കുന്നു. ഇതാണ് ഹുഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ചില പോയിന്റ്സ് ഒക്കെ മിസ്സിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ട്രേഡ് യൂണിയൻസ്. അതായത് നമ്മളൊരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ്, ലാബേഴ്സ് അവരുടെ വേജുകൾ കൂട്ടിക്കിട്ടാൻ വേണ്ടി പറയുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷനിലുള്ള ലൈക്ക് ഹൈ ലെവലിലുള്ള വ്യക്തികൾ, അതായത് ആ ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള പ്രൊഡക്ട്സിന്റെ പ്രൈസ് കൂട്ടുന്നു. കാരണം ലാബേഴ്സിന് വേജ് കൂട്ടി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലുള്ള പ്രൈസ് കൂട്ടുന്നു. അങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടാക്സ് റിഡക്ഷൻ. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഓരോ ജനങ്ങളെ കയ്യിൽ നിന്നും ടാക്സ് റിഡക്ഷൻ ചെയ്യണം. ടാക്സ് അധികം വാങ്ങാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു ടാക്സിന്റെ എമൗണ്ട് ജനങ്ങൾക്ക് ലാഭമായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ഓരോ പ്രൊഡക്റ്റിന്റെ മേലും അപ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഓരോ കമ്പനികളിലും ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ സെയിൽസ്, ഇതൊന്നും ഡയറക്റ്റ് അല്ല, ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് സെയിൽസിന്റെ കേസിലേക്ക് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ കമ്പനിക്കാർ അടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെ അവർക്ക് ഫണ്ടാണ് ചിലവാവുന്നത്. കാരണം അവർ പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഫണ്ട് കൂട്ടിയിട്ട് ജനങ്ങൾക്ക് വിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്. പിന്നെ നെക്സ്റ്റ് ജെനുവിൻ ഷോർട്ടേജ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ശരിക്കും എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാത്തൊരവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കാർസിറ്റി, മനഃപൂർവ്വം അത് ഒളിപ്പിച്ചിട്ട് പിന്നെ ഡിമാൻഡ് കൂടുമ്പോൾ വിൽക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞു. പക്ഷെ ജെനുവിൻ ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൃഷി പറയുമ്പോൾ എല്ലാ ക്ലൈമറ്റിലും എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അവിടെ ജെനുവിൻ ആയിക്കാണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ മേലെ ഷോർട്ടേജ് ഉണ്ടാവുന്നത് കാരണം എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കൂടിയിട്ട് അവിടെ എത്രത്തോളം പ്രൊഡക്റ്റ് ഉണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ പ്രൈസ് കൂടിയിട്ട് ഇൻഫ്ലേഷൻ വരുന്നു. നെക്സ്റ്റ് ഡിസാസ്റ്റേഴ്സ്. അതായത് വാർ, ഫ്ലഡ്, ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാത്തൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷനുകളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്തൊരു ഇൻഫ്ലേഷൻ വരാനുള്ള കോഴ്സസുകൾ, കാരണങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് GDP, അതുപോലെ തന്നെ GNP എന്താണ്, നാഷണൽ ഇൻകം, അതിൻ്റെ മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ, ഇൻഫ്ലേഷൻ, അതിൻ്റെ ടൈപ്സ്, കോഴ്സസ്, ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.